ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എന്താ തോന്നിയത്? എനിക്ക് തോന്നി ഇതാ പച്ചയായ ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ശ്രീകണ്ഠൻ നായർക്കെതിരെ SKNനെതിരെ ഭയങ്കരമായ വിദ്വേഷ പ്രചാരണം ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണം സമാനതകളില്ലാത്താണെന്ന് പറയാം. ദേശീയ സംഖ്യകൾക്കൊക്കെ ഈ വിഷയം അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ശ്രീകണ്ഠൻ നായർ എന്ന പേരിൽ ഒരു ഹിന്ദു ഉണ്ട്, നായർ എന്നൊരു വാലുണ്ട്. ഒരു നായരായ ഹിന്ദുവിനെ ചാനലുടമയെ പേടിപ്പിച്ച് നോമ്പ് കാലത്ത് ചായ കൂടി നിർത്തിച്ചു മുട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന സംഖ്യയ്ക്ക് ഒരു സുഖം, കേൾക്കുന്ന സംഖ്യയ്ക്ക് വേറൊരു സുഖം. ഇത്രയും ഭീകരമായ ആക്രമണം ദേശീയ തലത്തിൽ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണത്? ഒരു പക്ഷേയുമില്ലാതെ SKNന് പിന്തുണ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് SKNന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് കാലത്ത് ചായ കൂടി ഞാനും അങ്ങ് നിർത്തുകയാണ്. ഇതൊക്കെ ഇതിന്റെ ഒരു രാഷ്ട്രീയമാണ്. ഇസ്ലാമിക ഭീകരതയെ പേടിച്ചാണ് SKN ഇത് ചെയ്തതെന്നാണ് വേറെ ചില ഭയങ്കര ഭീകരന്മാര് പറയുന്നത്. അതൊന്നും അല്ലടേ ഇത്. ഇന്നലെ പറഞ്ഞ പോലെ മനുഷ്യനായാൽ മാത്രം മനസ്സിലാവുന്ന ചില സഹജീവി സ്നേഹങ്ങളുണ്ട്. അതാണിത്. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധു അല്ലെങ്കിൽ അച്ഛനമ്മ വെള്ളമിറങ്ങാതെ ആശുപത്രിയിലോ വീട്ടിലോ കിടപ്പുണ്ടെന്ന് കരുതുക. നിങ്ങൾ ഓടിപ്പോയി ഒരു കുഴിമന്തി വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ മുന്നിലിരുന്നത് ആസ്വദിച്ച് അങ്ങോട്ട് വെട്ടി വീഴുന്നത് സത്യത്തിൽ നിങ്ങൾ കരുതുവോ? തിന്നോ? അങ്ങനെ കഴിക്കാൻ പറ്റുമോ? ചിലപ്പോൾ SKNനെ ആക്രമിക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവരായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊന്നും പ്രശ്നമായിരിക്കില്ല. അവരുടെ തീനും കൂടിയും മാത്രമായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തായാലും നിങ്ങളും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായി. എമ്പതി, ഐക്യപ്പെടൽ, ഇങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട്. അത് ഈ ഹൃദയമില്ലാത്തവർക്ക് എങ്ങനെയാ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? പേപ്പറിൽ എഴുതി കാണിച്ചാൽ ഇവർക്ക് മനസ്സിലാവുമോ? ഇത് അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി നോമ്പിന്റെ കാര്യം എടുത്താൽ എൻ്റെ കൂടെ ഒരാൾ നോമ്പെടുക്കുക എന്ന് വിചാരിക്കുക. ഞാനും അയാളും കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അയാളുടെ മുമ്പിലിരുന്ന് സദ്യ കഴിക്കാം, മടാന്ന് വെള്ളം ഇറക്കാമെന്നും ഞാൻ വിചാരിക്കില്ല. ഇത് ഇസ്ലാമിക ഭീകരതയെ പേടിച്ചിട്ടല്ല, ഒരു ഐക്യപ്പെടല്ല, ഒരു സഹജീവി സ്നേഹം, അതൊക്കെയാണത്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് മനുഷ്യരാവുന്നത് ശരിക്ക്. SKNലേക്ക് തിരിച്ചു വന്നാൽ പുള്ളി അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നോമ്പെടുത്തിരിക്കുന്ന ആരോ ഒരു കമന്റ് ഇട്ടതായിരിക്കും, ഓക്കെ അത് കേട്ടേക്കാമെന്ന് പുള്ളി കരുതി. ഇതിൽ യാതൊരു വിഷയവും ശരിക്കില്ല. ഇത് ഇത്ര വലിയ വിഷയമാവുന്ന പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ, അത് ഭയങ്കര വിവാദമായി. ഇസ്ലാമിക ഭീകരത, നോമ്പ് കാലത്ത് അടിച്ചേൽപ്പിലുകൾ, നോമ്പ് കാലത്ത് മലപ്പുറത്ത് വെള്ളം കിട്ടാത്ത മലപ്പുറം, കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ബീഫിനെ കുറിച്ചും വാദോരാതെ സംസാരിച്ചപ്പോൾ ഇപ്പോ എന്തേ ചായ കുടിക്കാൻ പറ്റാതെ തൊണ്ടയെ കുടുങ്ങു. എന്തൊക്കെ ചർച്ച നടക്കുന്ന ഇടം മണ്ടന്മാരെ. കേരള സ്റ്റോറിയിൽ കാണിച്ചത് എന്താണ്? ഒരു ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബലമായിട്ട് ബീഫ് കുത്തിത്തിരിക്കുന്നതാ കണ്ടത്. അത് അടിച്ചേൽപ്പിക്കലാണ്. അങ്ങനെ ആർക്കും ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നില്ല. കേരളത്തിൽ എവിടെയും ആരെയും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നില്ല എന്നത് വേറെ കാര്യം. SKN എന്താ ചെയ്തത്? SKNോട് ആരെങ്കിലും ചായ കുടിക്കരുതെന്നുകൊണ്ട് നിർബന്ധമായി അടിച്ചേൽപ്പിച്ചോ? ഇല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ചായ വേണ്ടെന്ന് വെച്ചു. അത് ഏത് ഭരണഘടനയാണ് വിലക്കുന്നത്? അങ്ങനെ സ്വമേധയാ ഒരാൾ ചായ, ബീഫ്, കാപ്പി എന്തോ ആയിക്കോട്ടെ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണമോ വെജിറ്റേറിയൻ എന്ത് വേണ്ടെന്ന് വെച്ചാലും വെക്കാതിരിക്കാനൊക്കെ ഈ നാട്ടിൽ ആർക്കും അവകാശമുണ്ട്. SKNനും ഉണ്ട് അവകാശം. ആളുകൾ എന്തിനാ ഇതിലിങ്ങനെ പരിഭ്രാന്തരാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ബീഫ് കഴിച്ചിട്ടില്ല. അത് എൻ്റെ ചോയ്സ് ആണ്. എന്നെ ഇന്ന് വരെ ആരും നിർബന്ധിച്ച് വായിൽ കുത്തിത്തിരിക്കി തന്നിട്ടും ഇല്ല കേട്ടോ. അത് ഇസ്ലാമിക ഭീകരതയാണോ? അപ്പോ ഞാൻ സ്വയം ബീഫ് വേണ്ടെന്ന് വെച്ച് കഴിക്കാതിരിക്കുന്ന ഇസ്ലാമിക ഭീകരതയാ? ഞാൻ ഇവരെ പേടിച്ചിട്ടാ? ഇവരെ കൊണ്ട് എന്തൊരു സ്വൈരക്കേടാണല്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്. എന്ത് വിദ്വേഷ പ്രചാരണമാണിത്. SKNന്റെ കമന്റിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് ചില കാര്യം പറയാണ്ടേ. ചിലപ്പോൾ അത് ആരെങ്കിലും ഒരു തമാശക്കിട്ടൊരു കമന്റ് ആയിരിക്കും, ഒരു രസത്തിന് കമന്റ് ഇട്ട ആൾ ചിലപ്പോൾ ഹിന്ദു ആകാം, മുസ്ലിം ആവാം, സംഘി ആകാം, എക്സ് മുസ്ലിം ആവാം, എസൻസുകാരനാവാം, എന്തോ ആകാം. അത് പോയ പോക്ക് നോക്കൂ. എന്നാൽ സത്യം പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നോമ്പെടുത്ത മുസ്ലിം ഇട്ട കമന്റ് ആണോ എന്ന് എനിക്ക് വ്യക്തിപരമായി സംശയമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? വളരെ നീചമായ ചില കമന്റുകൾ എൻ്റെ വീഡിയോയിൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. എനിക്ക് ഇമെയിലുകളും വരാറുണ്ട് ഈ തോന്നിയാസങ്ങളൊക്കെ. അതൊക്കെ മുസ്ലിങ്ങൾ എഴുതുന്നതാണെന്നോ അയക്കുന്നതാണെന്നോ വിശ്വസിക്കുക എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പറയാൻ നാണമുണ്ട്, എന്നാലും പറയാം. എൻ്റെ വീഡിയോയുടെ അടിയിൽ സ്ഥിരം കാണാറുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു, ഈ മൂത്രം ഒഴിച്ചാൽ കഴുകാത്ത കാഫിർ എന്നൊക്കെ തരത്തിലുള്ള. കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും അറപ്പാവും ഇത്തരം കമന്റൊക്കെ കാണുമ്പോൾ. അതൊക്കെ അവഗണിക്കല്ലാതെ എടുത്തുകൊണ്ട് വന്ന് ഉമ്മറത്ത് ഒട്ടിച്ച് വെച്ച് ഓൺലൈനിൽ വായിച്ച് ഓക്കെ ഞാനിനി മൂത്രം ഒഴിച്ചാൽ കഴുകിക്കോളാം, അല്ലെങ്കിൽ ഞാൻ കഴുകൂലടാ എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന ചില കമന്റുകളെ വേറെ ചില കമന്റ് ഇമെയിലൊക്കെ വരും, സുനിത മതം മാറണം, മുസ്ലിം ആവണം എന്നൊക്കെ. അത് മുസ്ലിങ്ങൾ ഇടുന്ന കമന്റ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. കേരളം അങ്ങനെ ഒരു സ്ഥലമല്ല. ഏതൊക്കെയോ നാറികള് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പല കമന്റും അഭിപ്രായങ്ങളും ഒക്കെ ഇടും.
അത് സീരിയസ് ആയി എടുത്താൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം തന്നെയാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നതെന്ന് നമ്മളങ്ങ് കരുതുക, ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ കാണുന്നവൻ ഇതങ്ങ് അവഗണിച്ചാൽ പോരെ. 10 പൈസയുടെ വില ഇങ്ങനത്തെ കമന്റുകൾക്ക് കൊടുക്കരുത്, പ്രശ്നം കഴിഞ്ഞു. നോമ്പെടുക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പെടുക്കുന്നവർക്ക് അവർക്ക് മര്യാദയ്ക്ക് നോമ്പെടുക്കണം, അവരുടെ നോമ്പ് പൂർത്തിയാക്കണം എന്നല്ലാതെ ചുറ്റുമുള്ളവരെ, വീട്ടിലുള്ളവരെ പോലും മര്യാദയ്ക്ക് നോമ്പെടുപ്പിക്കണം എന്നത്, അല്ലെങ്കിൽ അവരുടെ മുന്നിലിരുന്ന് ആരും ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഒരു നിയമം അവർക്ക് ഉണ്ടാവില്ല. അവർ അവരുടെ കാര്യമാണ് നോക്കുന്നത്. അവര് ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ SKN ചായ കുടിക്കുകയാണോ അല്ലെ വെള്ളം കുടിക്കുകയാണോ, SKN TV-യിൽ ഒരു കപ്പ് പിടിച്ചോണ്ട് നിന്നാലോ ചായ കുടിച്ചാലോ, എവിടെയോ ഇരുന്ന് നോമ്പെടുക്കുന്ന ഒരു മുസ്ലിമിന് എന്ത് പ്രശ്നമാണ് അതിലൊക്കെ ഉള്ളത്? അങ്ങനെ ആർത്തിയുള്ളവരാണോ അപ്പൊ ഈ നോമ്പെടുക്കുന്ന മുഴുവൻ? അവനവന്റെ നോമ്പല്ലാതെ നാട്ടുകാരുടെ ഭക്ഷണത്തിൽ എന്തിനാ ഒരു നോമ്പുകാരൻ ശരിക്കും ഇടപെടണ്ടേ? എനിക്ക് തോന്നുന്നില്ല ഒരാൾ അങ്ങനെ ചെയ്യുന്നത്. അത് പോട്ടെ, നോമ്പെടുക്കാത്ത എത്ര മുസ്ലിങ്ങൾ തന്നെ ഈ നാട്ടിലുണ്ട്. അവരെ ആരെങ്കിലും, ഈ മുസ്ലിങ്ങളെ എങ്ങനെ ആരെങ്കിലും പോയി നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെ നോമ്പും അവനവൻ്റെതാണ്. അതിന് മറ്റുള്ളവരുടെ തീറ്റയായോ കുടിയുമായോ ഒന്നും ഒരു ബന്ധമില്ല. ആത്മീയത എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അവനവന്റെ ഉള്ളിലാണ് അവനവന്റെ ആത്മീയത. അത് മറ്റുള്ളവരെ പെടലിക്ക് അടിച്ചേൽപ്പിക്കണ്ട. അതൊക്കെ പോട്ടെ. ഇനി ഇത്രയും വലിയ നോമ്പെടുക്കുന്നവനാണെന്ന് വിചാരിക്കുക, മീൻസ് ഇത്തരം കമന്റ് ഒക്കെ ഇട്ട് നാട്ടുകാരെ വരെ നോമ്പെടുപ്പിക്കുന്നവൻ നോമ്പ് കാലത്ത് ഇങ്ങനെ TV വെച്ച് അതിന്റെ ചോട്ടിൽ കമന്റ് ഇട്ട് കുത്തിയിരിക്കുന്ന വിശ്വാസിയായിരിക്കുമോ? ഇതൊക്കെ എന്താണെന്നറിയോ? സമാധാനമായി പോകുന്ന ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കണം. അതിനോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓരോരുത്തർ ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. SKN-നെതിരെ ഇപ്പോൾ ഈ വിഷയത്തിൽ നടക്കുന്ന ആക്രമണം ഭീകരമാണ് കേട്ടോ. ആ ഭീകരാക്രമണത്തിന് മുന്നിൽ ഇസ്ലാം ഭീകരത ഒന്നുമല്ല. സംഘികളുടെ മുഖപത്രം ഓപ്പിന്ത്യ വരെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ക്ലിപ്പൊക്കെ വെച്ചിട്ട്. എന്നിട്ട് കേരളത്തിൽ ഇസ്ലാമിക രാജ്യം വരുന്നു, നോമ്പുകാല ഇസ്ലാമിക ഭീകരത വന്നു എന്നൊക്കെ കൂട്ടക്കരച്ചിലും ചർച്ചയും നിലവിളി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും SKN-ന് പിന്തുണ നൽകുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. പ്രിയപ്പെട്ട SKN, ഇത് അങ്ങയുടെ കൂടി രാജ്യമാണ്. അങ്ങയ്ക്ക് കൂടി അവകാശങ്ങൾ ഉറപ്പു തരുന്നതാണ് ഇവിടുത്തെ ഭരണഘടന. അങ്ങ് ചായ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങയുടെ മനസ്സിന്റെ വലുപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഐക്യപ്പെടൽ അതിൽ നാണിക്കേണ്ടയോ തിരുത്തേണ്ടയോ ഒരു കാര്യമില്ല. നമ്മളൊക്കെ കട്ടയ്ക്ക് കൂടെയുണ്ട് SKN-ന്റെ ഒപ്പം. ഇവിടെ SKN-നെ പറ്റി ഒരു ചെറിയ തെറ്റുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, മിക്കവാറും വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഈ മോർണിംഗ് ഷോയിൽ വായിക്കുന്ന പല കമന്റുകൾ ഇതുപോലെ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് കോണകത്തിൽ വെക്കുന്ന തരം ചില കമന്റുകൾ, അല്ലെങ്കിൽ വഴിയെ പോകുന്ന വയ്യാവേലി എന്താ പറയാ പോയി ഏറ്റുപിടിക്കുന്ന കമന്റൊക്കെ SKN വായിക്കാറുണ്ട്. അതിന് ഞാൻ SKN-നെ മാത്രം കുറ്റം പറയുന്നില്ല. ഈ മോർണിംഗ് ഷോയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും, അയാൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ. എന്ത് തരം കമന്റ് വായിക്കണം, എന്തൊക്കെ വായിക്കേണ്ട, ഫിൽറ്റർ ചെയ്യുന്നതൊക്കെ അയാളുടെ ജോലിയാണ് അല്ലേ? അതിന് ഒരു വകതിരിവുള്ള പ്രൊഡ്യൂസർ വേണം ഒരു ഷോയ്ക്ക്. അതുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. അതായിരിക്കാം ചിലപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എനിക്കറിഞ്ഞൂടെ എന്താന്ന്. SKN-നെ പച്ചത്തെറി പറഞ്ഞ് ഓടി നടക്കുക ദേശീയ സ്ഥലത്തിൽ സംഘികൾ. അവരൊക്കെ പറയുന്ന അത്ര ഈ ഭീകരനൊന്നും അല്ല SKN. ശരിക്കും സത്യത്തിൽ പച്ചയായൊരു മനുഷ്യനാണ്. പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ കാണും. കാലം മാറുമ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ആളുകൾക്ക് ചിലപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് തോന്നുന്നുണ്ടാവും. സത്യത്തിൽ SKN ഒരു പ്രതിഭയാണ്, അസാധ്യ ബിസിനസ്സുകാരനാണ്. സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നോക്കുക. ഏഷ്യാനെറ്റിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് തുടങ്ങി ഹിറ്റാക്കിയ ഷോയാണ് നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം. പിന്നീട് എത്രയോ അവതാരകർ അത് ചെയ്തു. SKN ചെയ്ത പോലെ ഒരുത്തിനും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ശരിയായില്ല. ഇപ്പോൾ ഒരു മാസമൊക്കെ ആയി കാണും 24-ൽ ഈ പ്രോഗ്രാം തമ്മിൽ എന്ന പേരിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്ക്. പണ്ട് ഏഷ്യാനെറ്റ് കണ്ടതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. SKN ശൈലിയിലുള്ള ഒരു പ്രോഗ്രാം, അത് കാണാൻ ഇപ്പോഴും ആളുണ്ട്. 24-ൽ നല്ല രസകരമായ ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. 8 മണിക്കോ 9 മണിക്കോ എങ്ങാണ്ട് ഒരു ഇന്ത്യയിലെ ടൈമിൽ ഒരു കുറ്റവും ശിക്ഷയും എന്നൊരു പ്രോഗ്രാം ഉണ്ട്. സാധാരണ ചാനലിലൊക്കെ കാണുന്നവരെ ഒരു ക്രൈം സ്റ്റോറി ഒന്നല്ല, ഭീകരമായി ക്രൈം പറയല്ല, ഒരു ക്രിമിനൽ സൈക്കോളജി ഒക്കെ പഠിച്ചയാൾ ഒരു കുറ്റകൃത്യത്തെ പുറത്തു നിന്ന് നോക്കി കാണുന്ന ഒരു ഭയങ്കര രസകരമായ രീതിയിലാണ് അത് പോകുന്നത്. ഇപ്പൊ യുദ്ധ റിപ്പോർട്ടിംഗ്, യുദ്ധം സെൻസേഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞ എല്ലാ മലയാള മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും എയറിലാണ്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മലയാള യുദ്ധ റിപ്പോർട്ടിംഗ് 24 ന്യൂസില് ഗോപികൃഷ്ണൻ ചെയ്തായിരുന്നു. എന്ത് രസമായിരുന്നു. അതിൽ പലപ്പോഴും PP ജെയിംസ് സാറൊക്കെ കൂടി ചേരുമ്പോൾ അത് വേറെ ലെവൽ ഇൻഫർമേഷൻ ആണ് മനുഷ്യർക്ക് തന്നുകൊണ്ടിരുന്നത്. വ്യാജ വാർത്തകൾ കുറവായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് മലയാള ടെലിവിഷനിൽ കാണുന്ന രസകരമായ മിക്ക പ്രോഗ്രാമുകളും SKN അവതരിപ്പിച്ചത് തന്നെയാണ്, ഉണ്ടാക്കിയതാണ്, അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡാണ്. ഇപ്പൊ എല്ലാ ചാനലിലും കമന്റ് വായിക്കാറുണ്ട് അല്ലേ? ആ കമന്റ് വായിച്ചതെന്നാണല്ലോ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത്. ഈ കമന്റ് വായന തുടങ്ങി വെച്ചത് SKN ആണ്. അപ്പൊ പറഞ്ഞു വന്നത് ആളുകൾക്ക് പിന്നെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കമന്റുകൾ ഇടുമ്പോൾ ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കാനും SKN-ന് കഴിയട്ടെ, ഇത്തരം വിദ്വേഷ പ്രചാരകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റട്ടെ എന്നാണ്. എന്നാലും എൻ്റെ ഒരു സംശയം എന്താ അറിയോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇത്രയും വലിയ വിഷയമാവുന്ന SKN
സ്വപ്നത്തിൽ പോലും ആ കമന്റ് വായിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വിഷയം എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക ഭീകരതയായിട്ട് ചിത്രീകരിക്കപ്പെട്ടത്? എന്തുകൊണ്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഹായ്, ഒരു സഹജീവി സ്നേഹം, മാനവ മൈത്രി, എന്തൊരു ഐക്യപ്പെടൽ, അങ്ങനത്തെ ഒരു കഥയായിട്ട് എന്തുകൊണ്ടാണ് ഇത് ആഘോഷിക്കപ്പെടാത്ത? അതാ എനിക്ക് ശരിക്കും ഇതിൽ മനസ്സിലാവാത്ത കാര്യം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ ഉത്തരം കമന്റ് ഇടുന്നേ. എനിക്ക് ഈ കാണുമ്പോൾ ശരിക്കും അങ്ങനെയാ തോന്നുന്നത്. എന്ത് മനോഹരമായൊരു നാട്. ശ്രീകണ്ഠൻ നായർ, സംഖ്യകൾ പറയുന്ന ആ വാല് തന്നെ എനിക്ക് എന്ത് രസമായിട്ടാണ് തോന്നിയത്. SK എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു പ്രേക്ഷകൻ, ഞങ്ങൾക്ക് നോമ്പല്ലേ, അപ്പൊ നിങ്ങൾക്ക് നോമ്പ്, നിങ്ങൾ ഇങ്ങനെ ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ അന്ന് ശരി, ഞാൻ ചായ തൽക്കാലം മാറ്റി വെക്കാന്ന് പറയുന്നത്, അതൊരു ഭയങ്കര ഒരു സ്നേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഘി ക്രിസംഗി മനുഷ്യരല്ലാത്ത ഇരുകാലി മൃഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഈ വിദ്വേഷം കാണാൻ പറ്റുന്നത്? അപ്പൊ പറഞ്ഞു വന്ന ഇത്രയാണ്. SK കട്ട പിന്തുണ. ഞാൻ ചായ കുടിക്കുന്നില്ല.